നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 29 തുടങ്ങി ഈ ജൂലൈ മാസം 26 തീയതി വരെ വളരെ നല്ല സമയമാണ് 15 നക്ഷത്രക്കാർക്ക്. കാരണം ശുക്രൻ ഇടവം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയായിരുന്നു ജൂലൈ 29 തീയതി മുതൽ. അപ്പോൾ ഈ ജൂലൈ 26 വരെ ശുക്രൻ ഇടവം രാശിയിൽ തന്നെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് 15 നക്ഷത്രക്കാർക്ക് വളരെ വലിയ മാറ്റത്തിൻ്റെ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള ഭാഗ്യം ഈ സമയം ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ്. ഏത് കാര്യത്തിനും പ്രതിസന്ധികൾ അകലുന്ന സമയമാണ്. സ്നേഹബന്ധങ്ങൾ, അതായത് സ്നേഹബന്ധങ്ങൾ പ്രണയത്തിൻ്റെയൊക്കെ കാരകൻ കൂടിയാണ്. അപ്പോൾ പുതിയ ചില പ്രണയബന്ധങ്ങൾ വഴിത്തിരിവായി വന്നേക്കാവുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ ഉള്ള പ്രണയബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അകന്നു പോയവരാണെങ്കിൽ പോലും ആ അകൽച്ചകളൊക്കെ മാറി രമ്യതയിലാകാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. ദമ്പതികൾക്കിടയിൽ അനുകൂലമായ സമയമാണ്. പുതിയ വസ്തുക്കൾ, വാഹനം ഇതൊക്കെ വാങ്ങാൻ അല്ലെങ്കിൽ അതൊക്കെ അനുകൂലമായി നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് ഈ ജൂലൈ 26 വരെ. അപ്പോൾ വളരെ നല്ല നേട്ടത്തിൻ്റെ സമയത്തിലൂടെയാണ് 15 നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. അപ്പോൾ ഈ 26 തീയതിക്കുള്ളിലുള്ള സമയം നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമമായ സമയമാണ്. നിങ്ങൾക്ക് മുന്നും പിന്നും ചിന്തിക്കേണ്ട, ആ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാവുന്നതാണ്. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും. കാരണം 26 തീയതി വരെ ശുക്രൻ ഒരേ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് 15 നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ മാറ്റങ്ങളെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആ 15 നക്ഷത്രക്കാരിലേക്ക് കടക്കാം. ശുക്രൻ്റെ അനുഗ്രഹം 26 തീയതി വരെ ലഭിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. നിങ്ങൾക്ക് ശത്രുക്കളെ ജയിക്കാൻ സാധിക്കുന്ന സമയമാണ് 26 തീയതി വരെ. നിയമപരമായി കോടതി കേസ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രമ്യതയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂല വിധി വരാനുള്ള ഭാഗ്യവും ഈ 26 തീയതി വരെയുള്ള സമയത്തിന് മുന്നേ ഉണ്ടാകുന്നതാണ്. ജോലിയുമായി സംബന്ധിച്ച്, അതായത് കർമ്മ മേഖലയുമായി ബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉയർച്ചയുടെ സമയമാണ്. ശമ്പള വർധനവ് ഉണ്ടാകുന്നതാണ്. കൂടാതെ ചില ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. ഇപ്പോൾ നല്ല ജോലിയാണ്, അല്ലെങ്കിൽ ശമ്പളക്കുറവൊക്കെ ഉണ്ട്, ഓവർ ടൈമൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ പല ബുദ്ധിമുട്ടുകൾ പറയുന്നവരുണ്ട്. ശമ്പളം ഉണ്ടാകും, പക്ഷേ ഓവർ ടൈമൊക്കെ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട്. അപ്പോൾ ജോലിയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ 26 തീയതിക്ക് മുന്നേ വരെയുള്ള സമയം ബെസ്റ്റ് സമയമാണ്. അതിനുശേഷം നിങ്ങൾ പെട്ടെന്ന് ജോലിക്ക് മാറാൻ ശ്രമിക്കാതിരിക്കുക. ഈ 26 മുന്നേ ഉള്ള സമയത്ത് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് ഫലവത്തായി മാറും എന്നതാണ് പറയാനുള്ളത്. മെച്ചപ്പെട്ട ആരോഗ്യമായിരിക്കും, എങ്കിലും ചർമ്മ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ, അതായത് ശുക്രനുമായി ബന്ധപ്പെട്ടത് പറയുകയാണെങ്കിൽ അലർജി, തൊലിപ്പുറത്തുള്ള ചില മുഖക്കുരുവൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ അല്പം സങ്കീർണമാകാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലേക്ക് വരാനോ സാധ്യത കാണുന്നു. അപ്പോൾ തൊലിപ്പുറത്തുള്ള ചില ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഹോർമോൺ പരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയും ഈ 26 അതായത് ഇപ്പോൾ മുതൽ 26 തീയതി വരെയുള്ള സമയം തള്ളിക്കളയാൻ പാടില്ല. ഈ ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു കോമ്പറ്റീഷൻ സമയമായിരിക്കും. അതായത് നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ബിസിനസ് ചെയ്യുന്ന മറ്റുള്ള ആളുകൾ, അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ടൈം ആയിരിക്കും. അല്പം ബുദ്ധി കൂടുതൽ എടുത്ത് വർക്ക് ചെയ്യേണ്ടതായ, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കാൻ അല്പം കൂടുതൽ എനർജി എടുക്കേണ്ടതായ സമയം കൂടിയായിരിക്കും ഇപ്പോൾ മുതൽ, അതായത് 26 തീയതിക്ക് മുന്നേ വരെയുള്ള ആ ഒരു സമയം. അപ്പോൾ ഏത് കാര്യവും അല്പം കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട്. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കും വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രയ്ക്കാകാം. ഈ 26 മുന്നേ ഉള്ള, ഇപ്പോൾ മുതൽ 26 തീയതി വരെയുള്ള സമയം വിദേശയാത്രയ്ക്കൊക്കെ വളരെയധികം ഭാഗ്യ സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഓഫറുകളൊക്കെ വരാനും അതുവഴി നിങ്ങൾക്ക് വളരെ ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കുന്ന സമയമാണ്. അപ്പോൾ യോഗ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ മനസ്സ് തോന്നുന്ന സമയമാണ്. അപ്പോൾ
അങ്ങനെ ഒരു മനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് യോഗയ്ക്കൊക്കെ പോകാം, പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റി വയ്ക്കേണ്ട, അത് നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനറുടെ കീഴിൽ അത് പ്രാക്ടീസ് ചെയ്യാവുന്ന സമയമാണ്. ചിലവുകളൊക്കെ ചിലപ്പോൾ വർദ്ധിച്ചേക്കാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആഡംബര വസ്തുക്കൾ, യാത്രകൾ, ഇതൊക്കെ ഇവിടെ ശുക്രൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായി അല്പം ചിലവുകൾ കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയം വർദ്ധിക്കുന്നതാണ്. നമ്മൾക്ക് മാനസികമായ ഒരു ഉല്ലാസത്തിൻ്റെ, ഒരു ആനന്ദത്തിൻ്റെയൊക്കെ സമയം കൂടിയാണ് ഇവിടെ ശുക്രൻ നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകുന്നത്. പുണർദം കാൽഭാഗം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്കും ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. ബിസിനസ് വിപുലീകരണത്തിനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ധനലാഭത്തിൻ്റെ സമയം കൂടിയാണ്. സുഹൃത്തുക്കളുമായി എന്തെങ്കിലും പുതിയ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നല്ല സമയമാണ്. ചില പിന്തുണകളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന സമയം കൂടിയാണ്. ഇവിടെ ചില പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യത കൂടി ഈ ഒരു സമയം ഉണ്ടാകുന്നുണ്ട്. കലാപരമായി പ്രവർത്തിക്കുന്നവർക്കും വളരെ നേട്ടത്തിൻ്റെ, കീർത്തി കേൾക്കാനൊക്കെ കഴിയുന്ന, അല്ലെങ്കിൽ ആദരവുകൾ പിടിച്ചു പറ്റാനൊക്കെ കഴിയുന്ന സമയം കൂടിയാണ്. വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ പഠനത്തിൽ മികവ് പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ മുതൽ 26-ാം തീയതി വരെയുള്ള സമയം വളരെയധികം അനുകൂലമായ സമയമാണ്. അപ്പോൾ അനുകൂല സമയത്ത് ഏത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും അത് അനുകൂലമായ ഫലത്തെ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലാകാനും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മാതാവുമായുള്ള ബന്ധം വളരെയധികം ദൃഢമാകുന്ന സമയം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള യോഗം കൂടി ഈ ഒരു സമയം നിങ്ങൾക്ക് ശുക്രൻ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 29 മുതൽ ജൂലൈ 26 വരെയുള്ള സമയത്തിനിടയ്ക്ക് പുതിയ വീടോ അല്ലെങ്കിൽ പുതിയ വാഹനമോ ഒക്കെ അല്ലെങ്കിൽ സ്വത്തുവകകൾ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ്. മനസ്സിൽ ശാന്തി വന്നു ചേരുന്നതാണ്. പരിശ്രമങ്ങൾക്കൊക്കെയും ഫലം കണ്ടെത്തുന്നതാണ്. മനസ്സിലേക്ക് സമാധാനം, ഒരുപാട് നാളുകളായ മനസ്സാകെ കിടന്ന് അലയുകയാണ്, അല്ലെങ്കിൽ ഉറക്കം പോലും കിട്ടാത്തൊരവസ്ഥ നിങ്ങൾ തരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയൊക്കെ മാറുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭത്തിൻ്റെ സമയമാണ്. പ്രത്യേകിച്ച് ശുക്രനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവർ, കലാപരമായി പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം മേന്മയും യശസ്സും ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇപ്പോൾ നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സ്വത്തുവകകൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കുന്നതാണ്. കാരണം ശുക്രൻ സ്നേഹബന്ധങ്ങളുടെ, പ്രണയത്തിൻ്റെ, ദാമ്പത്യ ജീവിതം ഉത്തമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ കാരകനാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് പുതിയ സുഹൃത്ബന്ധങ്ങൾ വന്നു ചേരും. ചിലപ്പോൾ ചില പ്രണയബന്ധങ്ങളിൽ വരെ എത്താനുള്ള ഒരു സാധ്യത, അത് ഈ ഒരു സമയം നിങ്ങൾ ഏർപ്പെടുന്ന ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ അത് വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള ഈ ഒരു യോഗം വന്നു ചേരും. ചില സുഖ സൗകര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം കൂടിയാണ്. ജോലിസ്ഥലത്ത്, അതായത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ചയ്ക്കുള്ള സമയമാണ്. ജോലിസ്ഥലത്തുള്ള ആളുകളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുത്തി വെച്ചതാണെങ്കിൽ പോലും അവർ തന്നെ രമ്യതയിലാക്കാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരും. കാരണം ഇവിടെ ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രവൃത്തികളും ഈ ഒരു സമയത്ത് ശുക്രൻ അനുവദിക്കുന്നതല്ല. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് അനുകൂലമായി പല കാര്യങ്ങളും മാറുന്നത്. അപ്പോൾ അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ചില ബോണസുകൾ അല്ലെങ്കിൽ ചില സാലറി കാര്യങ്ങളൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും തടസ്സങ്ങൾ മാറി നിങ്ങളുടെ ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം കൂടിയാണ് ജൂൺ 29 മുതൽ ഈ ജൂലൈ 26 വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു സമയത്താണ്, അല്ലെങ്കിൽ ഒരു സമയത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാഗ്യദായകമായ സമയമാണ് എന്നിരിക്കലും ഭഗവാൻ ശുക്രൻ്റെ പ്രീതി കൂടുതലായി നമ്മളിലേക്ക് എത്തുന്നതിനായി നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലക്ഷ്മി ദേവിയെ മനസ്സുകൊണ്ട് ആരാധിക്കുന്നതും ഉത്തമമായ ഫലം നൽകും. കൂടാതെ മധുര പലഹാരങ്ങളൊക്കെ ദാനമായി നൽകുന്നതും അല്ലെങ്കിൽ ആർക്കെങ്കിലും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നതും വളരെയധികം നല്ല ഒരു ശുക്രൻ്റെ പ്രീതി ലഭിക്കുന്നതിന് കാരണമാണ്. അതായത് മിഠായി പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ലഡു, ജിലേബി, അങ്ങനെ മധുര പലഹാരങ്ങൾ മറ്റുള്ളവർക്ക്
നിങ്ങൾക്ക് വാങ്ങി നൽകുന്നതൊക്കെ ഈ ഒരു സമയം ശുക്രൻ്റെ വളരെയധികം പ്രീതി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും. അപ്പോൾ വളരെ ഭാഗ്യദായകമായ സമയമാണ്. എങ്കിലും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. ഭഗവാന്റെ പൂർണ്ണമായ ആ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് 26-ാം തീയതി വരെയുള്ള ഒരു സമയം ആ ഫലങ്ങൾ പൂർണ്ണമായി നമ്മളിലേക്ക് എത്തുന്നതിന് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന 1-2 പരിഹാരങ്ങൾ കൂടിയാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ വളരെ ഭാഗ്യദായകമായ സമയത്തിലൂടെയാണ് ഈ 15 നക്ഷത്രക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.